الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തിലാണ് നാം ഉള്ളത്. ക്രിസ്മസിനെ വരവേൽക്കാൻ ലോകത്തെ ക്രൈസ്തവ വിശ്വാസികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ക്രിസ്തു ജനിച്ച ദിവസം ഏതാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ലോകത്തെ ബഹുഭൂരിപക്ഷം ക്രൈസ്തവ വിഭാഗങ്ങളും ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ജന്മദിനം നമ്മുടെ ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണങ്ങളിലേക്കോ ക്രിസ്മസിലേക്കോ ഒന്നും നാം കടന്നു പോകുന്നില്ല. കാരണം അതെല്ലാം വേറൊരു മതവിഭാഗത്തിൻ്റെ ആഘോഷമാണ്. അതിൽ കയറി നാം അഭിപ്രായം പറയേണ്ടതില്ല. അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ശരിയായ രീതിയുമല്ല. പക്ഷെ ശരിയായ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ജന്മദിനാഘോഷങ്ങൾക്ക് മതപരമായി യാതൊരു പ്രാധാന്യവും ഇല്ല. അത് മുസ്ലിം ലോകത്ത് അറിയപ്പെട്ടവരുടെ ജന്മദിനമാണെങ്കിൽ പോലും ജന്മദിനാഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല എന്നല്ല, ഒട്ടും പ്രാധാന്യമില്ല എന്ന് പലപ്പോഴും നാം വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ക്രൈസ്തവ സമൂഹം യേശുക്രിസ്തു എന്ന് വിളിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെയും ഖുർആൻ എങ്ങനെ കാണുന്നു, എങ്ങനെ പരിചയപ്പെടുത്തുന്നു, എങ്ങനെ സമീപിക്കുന്നു എന്നീ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കണം. കാരണം ഇസ്ലാമിൻ്റെ ഒരു പ്രവാചകൻ കൂടിയായാണ് നാം മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൗത്യവും ഈസാ നബി അലൈഹിസ്സലാം മുന്നോട്ട് വെച്ച പ്രബോധനാശയങ്ങളും എന്തായിരുന്നു എന്ന് കൃത്യമായി ഇസ്ലാമിക സമൂഹം പഠിക്കുകയും
അത് തലമുറകളായി തലമുറകളിലേക്ക് പഠിപ്പിക്കപ്പെടുകയും ചെയ്യണം. പ്രവാചകന്മാർക്കിടയിൽ യാതൊരു വിവേചനവും പാടില്ല എന്നതാണ് ഇസ്ലാമിക വിശ്വാസം. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ദൂതന്മാർക്കിടയിൽ നാം ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല. എല്ലാ ദൂതന്മാരിലും വിശ്വസിക്കുക. അതാണ് ഇസ്ലാമിൻ്റെ കറകളഞ്ഞ നിലപാടെന്ന് പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാമയെ വിവിധ രീതികളിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മസീഹ് ഇബ്നു മറിയം, റൂഹുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചൈതന്യം, കലിമത്തുള്ള അള്ളാഹുവിൻ്റെ വചനം, ഈ വിശേഷണങ്ങളെല്ലാം ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് ഖുർആൻ നൽകിയ വിശേഷണങ്ങളാണ്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതേസമയം ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസാത്തുകളാണ്. പക്ഷേ ഈ മുഅ്ജിസാത്തുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുമ്പോഴും ഈ മുഅ്ജിസാത്തുകളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ്. ഈസാ നബി അതിൻ്റെ മാധ്യമമായി ഈസാ നബിയിലൂടെ അത് സംഭവിക്കുന്നു എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രമാണ് ആ അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചത് എന്ന് ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമായിട്ട് പറയാം. അവിടെയും നിങ്ങൾക്ക് ഈസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച് അവ്യക്തതയുണ്ടാവേണ്ടതില്ല. ഈസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു അത്ഭുത ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ്. അതേ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ഖുർആനിലെ വചനം. അള്ളാഹു പറയാൻ വറസൂലൻ ഇലാ ബനീ ഇസ്രായീല അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ ഇസ്രായേൽ മക്കളിലേക്കുള്ള ദൂതനായി നാം നിയോഗിച്ചിരിക്കുന്നു. ആ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ഇസ്രായേൽ മക്കളോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ സൃഷ്ടാവിൽ നിന്നുള്ള, രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. ഞാൻ പ്രവാചകനാണെന്ന് സ്ഥിരീകരിക്കുന്ന, തെളിയിക്കുന്ന കൃത്യമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തെല്ലാമാണ് ദൃഷ്ടാന്തങ്ങൾ? അന്നീ അഖ്ലുഖു ലക്കും മിനത്വീനി കഹൈഅതി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. അന്നീ അഖ്ലുഖു ലക്കും മിനത്വീനി, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നു. കഹൈഅതി ത്വയ്രി, പക്ഷിയുടെ രൂപത്തിൽ ഒന്ന് കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നിർമ്മിക്കുന്നു. എന്നിട്ട് ഫഅൻഫുഖു ഫീഹി, ആ കളിമൺ രൂപത്തിൽ ഞാൻ ഊതുന്നു. ഈ ഘട്ടത്തിൽ ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. അത് വലിയ അത്ഭുതമാണ്. കളിമണ്ണ് കൊണ്ടുള്ള ഒരു പക്ഷി രൂപമുണ്ടാക്കി ആ കളിമൺ രൂപത്തിൽ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം ഊതുമ്പോ ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, അത് പക്ഷിയായിട്ട് മാറുന്നു. പക്ഷേ അവിടെയും പറഞ്ഞു ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രമാണത്. ആ സംഭവത്തിന്റെ സൃഷ്ടാവ് ഞാനല്ല, ഞാനതിൻ്റെ ഒരു മാധ്യമമായിട്ട് മാറുന്നു എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി ആണ് അത് സംഭവിക്കുന്നത്. ഞാൻ വെള്ളപ്പാണ്ടും കുഷ്ഠവുമൊക്കെ ചികിത്സിക്കുന്നു, ഭേദപ്പെടുത്തുന്നു. അള്ളാഹു എനിക്ക് നൽകിയ കഴിവിലൂടെ, അള്ളാഹു എന്നിലൂടെ, അള്ളാഹു പ്രകടിപ്പിക്കുന്ന ദൃഷ്ടാന്തത്തിലൂടെ വെള്ളപ്പാണ്ടും കുഷ്ഠവുമൊക്കെ ഭേദമാവുന്നു, അന്ധത ഭേദമാവുന്നു, വെള്ളപ്പാണ്ട് ഭേദമാവുന്നു. പക്ഷേ അതും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രമാണ് സംഭവിക്കുന്നത്. വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, അതുപോലെ തന്നെ നിങ്ങൾ തിന്നുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം.
നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീടുകളിൽ പോയി തിന്നുന്നത് ഞാൻ കാണുന്നില്ല, പക്ഷേ കാണാതെ തന്നെ അത് പറയാൻ എനിക്ക് സാധിക്കും. അതുപോലെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്തൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നും. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രം അതെനിക്ക് പറയാൻ എനിക്ക് തോന്നിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ ആ ഘട്ടത്തിൽ എനിക്കതിന് പ്രത്യേകമായിട്ട് സാധിക്കുന്നത് അള്ളാഹു എന്നെ സാധിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതിൻ്റെയൊക്കെ സൃഷ്ടാവ് അള്ളാഹുവാണ്. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. ഇതിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണുള്ളത്. അള്ളാഹുവിൻ്റെ ഏകത്വവും ഞാൻ പ്രവാചകനാണെന്ന് സ്ഥാപിതമാവുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാവാൻ സന്നദ്ധരാണെങ്കിൽ ദൃഷ്ടാന്തങ്ങളായി തെളിവുകളായിട്ട് ഇക്കാര്യങ്ങളൊക്കെ മതി. അതാണ് സഹോദരങ്ങളെ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയിലൂടെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ പ്രകടമായി. ദൃഷ്ടാന്തങ്ങൾ പ്രകടമാകുമ്പോഴും പ്രവാചകൻ അലൈഹിസ്സലാം പറഞ്ഞു, ഇതിൻ്റെയൊക്കെ സൃഷ്ടാവ് അള്ളാഹുവാണ്. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രമാണ്. ഇതിൻ്റെ പേരിൽ എന്നെ നിങ്ങൾ ദൈവികമായ യാതൊരു പദവിയിലേക്കും ഉയർത്താൻ പാടില്ല. ദൈവപുത്രൻ എന്ന അവകാശവാദത്തെയും അദ്ദേഹം നിരാകരിക്കുകയാണ്. അങ്ങനെ ഒരു സംഗതിയില്ല. ദൈവാംശം എന്നിൽ അടങ്ങിയിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായ കാര്യങ്ങൾ കൂടി അതിൻ്റെ ഉള്ളടക്കത്തിലുണ്ട്. എന്താണ് അള്ളാഹു പറഞ്ഞത്? മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദൽ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലഅലാ ബഅദുഹും അലാ ബഅദ് സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. ഇത് പ്രവാചകനാണെന്ന് തെളിയിക്കുന്ന നിരവധി ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ദൃഷ്ടാന്തങ്ങളാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിലൂടെ അള്ളാഹു പ്രകടമാക്കിയിരുന്നത്. പക്ഷെ അത് പിൽക്കാലക്കാര് ചിലരത് വായിച്ചപ്പോൾ ദൈവാംശമുണ്ടെന്ന് കണ്ടുവർ തെറ്റിദ്ധരിച്ചു, ദൈവപുത്രനാണെന്നും അവർ വിധിച്ചു. അവരോട് പറയാണ്, മത്തഖദല്ലാഹു മിൻ വലദിൻ, അല്ലാഹു തആല പുത്രന്മാരെ സ്വീകരിച്ചിട്ടില്ല. വമാ കാന മഅഹു മിൻ ഇലാഹിൻ, അള്ളാന്റെ കൂടെ വേറെ ഒരാരാധ്യന്മാരും നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു തന്നിട്ടില്ല. ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലഅലാ ബഅദുഹും അലാ ബഅദ് സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. എത്രയോ വചനങ്ങൾ ഇതേ ആശയത്തിലുള്ള നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദൈവത്തിന് പുത്രന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ മനുഷ്യർക്ക് ദൈവാംശമുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ അള്ളാഹുവിനെ പുറമെ വേറെയും ദേവന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ദേവന്മാരെല്ലാം അവർ പരസ്പരം അടിപിടി കൂടി അടിച്ചമർത്താൻ ശ്രമിക്കുമായിരുന്നു. ദേവലോകത്ത് ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ആ ദേവന്മാർ അടിപിടി കൂടി അടിച്ചമർത്താൻ ശ്രമിക്കുമായിരുന്നു. ചിലർ ചിലരെ അടിച്ചമർത്തും. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവർ വിവരിക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അവൻ തനിക്ക് കൂട്ടുകാരെയോ തനിക്ക് പുത്രന്മാരെയോ അതല്ലെങ്കിൽ ദൈവാംശമുള്ള മറ്റുള്ളവരെയോ സൃഷ്ടിച്ചിട്ടില്ല. ദൈവികതയുള്ള മനുഷ്യരെ അതല്ലെങ്കിൽ സൃഷ്ടികളെ അള്ളാഹു പടച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാം. ഈസാ അലൈഹിസ്സലാം പിന്നെ പറഞ്ഞത് എന്താണ്? ഈസാ നബി അലൈഹിസ്സലാം എല്ലാ പ്രവാചകന്മാരെ പോലെയും പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ ദാസനായ പ്രവാചകനുമാണ്. അതിനപ്പുറത്തൊന്നും ഈസാ നബി അലൈഹിസ്സലാം ലോകത്തോട് പറഞ്ഞിട്ടില്ലെന്ന് ഖുർആൻ പറയാൻ. അത് പഠിപ്പിക്കണം. ആരാണ് ഈസാ പ്രവാചകൻ? ഇത് മറ്റാരോടെങ്കിലും തർക്കിക്കാൻ വേണ്ടിയല്ല. പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ ആരാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം, എങ്ങനെയാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ അഖീദയെന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കളെ, നമ്മുടെ കുടുംബങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയാണിത് പറയുന്നത്. മറ്റാരെയും കുറ്റപ്പെടുത്താനോ ആരുടെയും വിശ്വാസത്തെ ഇകഴ്ത്താനോ അല്ല, അത് നമ്മുടെ ലക്ഷ്യമല്ല. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസമുണ്ടാവും. പക്ഷെ ഇസ്ലാമിക വിശ്വാസം എന്താ? ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ആരാണ്? ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ.
ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം പറഞ്ഞു, നിശ്ചയം ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. വേദഗ്രന്ഥം ലഭിച്ചിട്ടുള്ള പ്രവാചകനായ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ. വജഅലനി മുബാരകൻ ഐനമാ കുൻതു വഔസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. അതാണ് ഈസാ നബി അലൈഹിസ്സലാമയുടെ പ്രബോധനം. വജഅലനി മുബാരകൻ ഐനമാ കുൻതു, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ അനുഗ്രഹീതനാണ്, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. വഔസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും എന്നോട് അല്ലാഹു തആല ഉപദേശിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ അടിമ, വേദഗ്രന്ഥം ലഭിച്ചിട്ടുള്ള, പ്രവാചകത്വം ലഭിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ. നിസ്കരിക്കാനും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കാനും അല്ലാഹു തആല തന്റെ അടിമകളെ ഉപദേശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അടിമകളിൽപ്പെട്ട അടിമയാണ് ഞാൻ. സഹോദരങ്ങളെ, അതാണ് ഈസാ നബി അലൈഹിസ്സലാമയുടെ പ്രബോധനം. അതിനപ്പുറത്ത് ഒരു പ്രവാചകന്മാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ അടിമ. പക്ഷേ കേവലം പ്രവാചകനല്ല, അള്ളാഹുവിന്റെ ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരിൽ ഒരാൾ. അള്ളാഹുവിന്റെ നിശ്ചയദാർഢ്യമുള്ള എല്ലാ പ്രവാചകന്മാരും നിശ്ചയദാർഢ്യമുള്ള പ്രവാചകന്മാരാണ്. പക്ഷേ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ അക്ഷീണം പരിശ്രമിച്ച ദൃഢനിശ്ചയത്തോടെ ഏറ്റവും അധികം സത്യമാർഗത്തിൽ അടിയുറച്ചു നിന്ന പ്രവാചകന്മാർ 5 പേരാണ്. ആ 5 പേരിൽ ഒരാളാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാൾ. ഈസാ നബിയെ ഒഴിച്ചു നിർത്തിയാൽ ഉലുൽ അസ്മുകളിൽപ്പെട്ട മറ്റു പ്രവാചകന്മാർ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളാണ് മനുഷ്യരെ തെറ്റായ പല ധാരണകളിലേക്കും ശരിയല്ലാത്ത പല ധാരണകളിലേക്കും കൊണ്ടുപോയതെങ്കിൽ അവിടെയും ഖുർആൻ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ അവ്യക്തതയ്ക്ക് അടിസ്ഥാനമെങ്കിൽ ഖുർആൻ പറയാണ്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി, നിശ്ചയം ഈസായുടെ ഉപമ അല്ലാഹുവിന്റെ അടുക്കൽ കമസലി ആദം, ആദം അലൈഹിസ്സലാമയുടെ ഉപമ പോലെയാണ്. ഖലഖഹു മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ് ആദം അലൈഹിസ്സലാമയെ അല്ലാഹു തആല പടച്ചത്. സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ, അല്ലാഹു ആദം അലൈഹിസ്സലാമയോട് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ, അതല്ലെങ്കിൽ മണ്ണിനോട് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ആദം അലൈഹിസ്സലാം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ശൂന്യതയിൽ നിന്നാണ് ആദം അലൈഹിസ്സലാമയെ അല്ലാഹു തആല പടച്ചത്. പിതാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. പക്ഷെ ആദം അലൈഹിസ്സലാമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്ഭുതമില്ലല്ലോ, ലോകത്തിന് അത്ഭുതമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എന്തിനും കഴിയും എന്നുള്ള ബോധ്യമാണ് ആദം അലൈഹിസ്സലാമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് മതവിഭാഗങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്, ഈശ്വരന്, നാഥന്, ദൈവത്തിന് എല്ലാറ്റിനും കഴിയും. ആദാമിനെ ആദ്യമായി പടച്ചു. പിതാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. ആദാമിന്റെ സൃഷ്ടിപ്പ് പോലെ തന്നെയാണ് ഈസായുടെയും സൃഷ്ടിപ്പെന്നോ വിശുദ്ധമുണ്ടല്ലോ. അത് ആരാണ് കുറ്റപ്പെടുത്തിയത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അക്രമികളായിരുന്നു അവർ കുറ്റപ്പെടുത്തിയവർ. സാത്വികയായ ദൈവഭക്തർക്ക് മാതൃകയായ മറിയം ബീവി അലൈഹിസ്സലാം അവരെ വലിയ ആക്ഷേപങ്ങൾക്ക് ഇരയാക്കി. അങ്ങനെ അവർ ഒറ്റപ്പെട്ടുകൊണ്ട്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുകയാണ്. ആ രംഗം ഖുർആൻ വിവരിക്കുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻതബറത മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ. വദ്കുർ ഫിൽ കിതാബി മറിയം, വേദഗ്രന്ഥത്തിൽ നിങ്ങൾ മറിയമിനെ സ്മരിക്കണം. ഇദിൻതബറത മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ, കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് വീട്ടുകാരിൽ നിന്നെല്ലാം അവർ ഒറ്റപ്പെട്ടു പോയി മാറി നിന്ന സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. അല്ലാഹു പറയാണ്,
ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈക റൂഹനാ ഫതമസ്സല ലക ബശറൻ സവിയ്യ. ആളുകളെ കാണാതിരിക്കാൻ വേണ്ടി ഒരു മറയെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഒറ്റപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ഈ ഘട്ടത്തിൽ അള്ളാഹു തന്റെ ചൈതന്യത്തെ ജിബ്രീൽ അലൈഹിസ്സലാമയെ മറിയം ബീവിയുടെ അടുക്കലേക്ക് നിയോഗിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമയെ ഒരു മനുഷ്യരൂപത്തിലാണ് മറിയം ബീവിക്ക് കാണാൻ സാധിച്ചത്. ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. സാത്വികയായ സൽവൃത്തയായ മറിയം ബീവി അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹ അവരുടെ അടുക്കൽ ജിബ്രീൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ അവരാ മനുഷ്യനിൽ നിന്ന്, ആ പുരുഷനിൽ നിന്ന് അകലം പാലിക്കുകയാണ്. ഇത് മാലാകമാരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നവരെ തിരിച്ചറിയുന്നില്ല, മനുഷ്യനാണ് എന്നാണ് അവർക്ക് തോന്നിയത്. ഈ ഘട്ടത്തിൽ അവർ പറയാണ്, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. കരുണാവാരിധിയായ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, നിനക്ക് സൂക്ഷ്മതയുണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ എന്നിൽ നിന്ന് മാറി നിൽക്കണം. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിയഹബ ലകി ഗുലാമൻ സകിയ്യ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനങ്ങനെ ലൈംഗികേച്ഛ ശക്തിപ്പെട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളൊന്നുമല്ല. ഞാൻ ആരാണ്? നിങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതനാണ്. ഞാൻ മലക്കാൺ, നിങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതനാണ്. ലിയഹബ ലകി ഗുലാമൻ സകിയ്യ. വിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി, ഒരു സന്താനത്തെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഞാൻ മാലാഖയാണ്. ഞാനങ്ങനെ നിങ്ങളെ സമീപിക്കാൻ വന്ന ഏതോ ഒരു മനുഷ്യനല്ല. ഈ ഘട്ടത്തിൽ അത്ഭുതത്തോടു കൂടി അവർ ചോദിച്ചു എന്നാ ഖുർആൻ പറയുന്നത്. ഖാലത് അന്നാ യകൂനു ലി ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അഖു ബഗിയ്യ. എനിക്കൊരു സന്താനമുണ്ടാവുകയോ എന്നെ ഒരു മനുഷ്യൻ പോലും സ്പർശിച്ചിട്ടില്ല. ഞാൻ ദുർനടപടിക്കാരിയുമല്ല, ഞാൻ വ്യഭിചാരിണിയുമല്ല, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടുമില്ല. എന്നിരിക്കെ എനിക്കൊരു സന്താനമുണ്ടാവുകയോ എന്ന് ചോദിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഖാല കദാലിക് ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ. അപ്രകാരമാണ്, പടച്ചതമ്പുരാൻ എല്ലാത്തിനും കഴിയുമല്ലോ. ശരിയാണ്, നിങ്ങളിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന് എല്ലാത്തിനും കഴിയും. അള്ളാഹുവിന് ഇതെല്ലാം നിസ്സാരമാണ് എന്ന് നിങ്ങൾ അറിയിക്കുക മാത്രമല്ല, ലോകത്ത് അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്ത്രീ പുരുഷ സംസർഗമില്ലാതെയും ലോകത്ത് മനുഷ്യർക്ക് ജന്മം നൽകാൻ ജഗന്നിയന്താവിന് കഴിയുമെന്ന് ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണിത്. വലിനജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖദിയ്യ. വലിനജഅലഹു ആയത്തൻ ലിന്നാസ്, ആ സന്താനത്തെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാക്കി മാറ്റണം. വറഹ്മതൻ മിന്നാ, നമ്മിൽ നിന്നുള്ള, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമാക്കി ആ സന്താനത്തെ മാറ്റണം. വകാന അംറൻ മഖദിയ്യ, അത് അല്ലാഹു തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് നടന്നിരിക്കും. നിങ്ങൾ ആരും സ്പർശിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു സന്താനം പിറന്നിരിക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനനമുണ്ടാവുന്നത്. ആ ജന്മത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, അത് ആദം അലൈഹിസ്സലാമയുടെ ജന്മം പോലെയുള്ള ഒരു ജന്മമായിരുന്നു. അള്ളാന്റെ തീരുമാന പ്രകാരമുള്ള സൃഷ്ടി എന്നതിനപ്പുറത്ത് പിതാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആദം അലൈഹിസ്സലാമയ്ക്ക് ആരുമില്ലല്ലോ. അതുപോലെയുള്ള ഒരു ജനനമാണ് ഈസാ നബി അലൈഹിസ്സലാമയുടെ ജന്മവും. ആ ജന്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള ദൈവികതയും മനുഷ്യർ ഈസാ നബിയിൽ കാണേണ്ടതില്ലെന്നാണ് അള്ളാഹു പറയുന്നത്. ഈസാ നബി മഹത്വമേറിയ പ്രവാചകനാണ്. നിശ്ചയദാർഢ്യമുള്ള പ്രവാചകന്മാർ 5 പേരിൽ ഒരാളാണ്. ആവർത്തിച്ചുകൊണ്ട് ഖുർആൻ പറയാം. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഖുർആന്റെ നിലപാട് വളരെ വ്യക്തവും വളരെ കൃത്യവുമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. വിശ്വാസികളോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേദക്കാരെയും അഭിമുഖീകരിച്ചുകൊണ്ട് അവരോടും ഖുർആൻ സംവദിക്കുന്നുണ്ട്. വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയല്ലാത്തതൊന്നും പറയാൻ പാടില്ല. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻഹു ഫആമിനൂ ബില്ലാഹി വറസൂലിഹി.
മസീഹ് ഈസ ഇബ്നു മറിയം അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹു മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ചൈതന്യമാണ്. ഈ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കണം. വലാ തഖൂലു സലാസ, 3 പേർക്ക് ദിവ്യത്വമുണ്ടെന്ന് നിങ്ങൾ പറയാൻ പാടില്ല, ദൈവങ്ങൾ 3 നിങ്ങൾ പറയാൻ പാടില്ല. ഇൻതഹൂ ഖൈറൽ ലക്കും, ആ വാദഗതിയിൽ നിന്ന് നിങ്ങൾ വിരമിക്കണേ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട് ആ വാദഗതി ഒഴിവാക്കുക എന്നതാണ്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, നിശ്ചയം അല്ലാഹു ഏകനായ അല്ലാഹുവാൻ, ഏകനായ ആരാധ്യനാണ്. അവന്റെ ഉലൂഹിയത്തിൽ ആർക്കും ഒരു പങ്കാളിത്തവുമില്ല. സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീലാ. സന്താനങ്ങൾ ഉണ്ടാവുന്നതിൽ നിന്നെല്ലാം അവൻ വിശുദ്ധനാണ്. അവനാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും അധികാരമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൈകാര്യകർത്താവായിട്ട് അല്ലാഹു മാത്രം മതി, അല്ലാഹു മാത്രം മതി. അവനാണ് നിങ്ങളുടെ കൈകാര്യകർത്താവ്, അവനാണ് നിങ്ങളുടെ ഇലാഹ്. അവന്റെ ഉലൂഹിയത്തിൽ ഒരാൾക്കും ഒരു പങ്കാളിത്തവുമില്ലെന്ന് വളരെ കൃത്യമായി, വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്യന്തികമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ പോലും ആ അബ്ദിയത്തിന്റെ പരിധികളിൽ നിന്ന് ഒരൽപ്പം പോലും പ്രവാചകനെ ഉയർത്താൻ പാടില്ല. ഉലൂഹിയത്തിന്റെ സീമകളുണ്ട്, ഉലൂഹിയത്തിന്റെ പരിധികളുണ്ട്, അബ്ദിയത്തിന്റെ സീമകളുമുണ്ട്. അബ്ദിയത്തിന്റെ സീമകളിൽ നിന്ന് ഉലൂഹിയത്തിന്റെ പദവികളിലേക്ക് ഒരൽപ്പം പോലും ഒരു പ്രവാചകനെയും ഉയർത്താൻ പാടില്ല. പ്രവാചകന്മാരാണ്, മഹത്തുക്കളാണ്, അവരെയൊക്കെ വാനോളം പുകഴ്ത്താം, നിങ്ങൾക്ക് പുകഴ്ത്തണം. പക്ഷേ അത് പുകഴ്ത്തുമ്പോഴും ഉലൂഹിയത്തിന്റെ പരിധികളിലേക്ക് നിങ്ങളുടെ പുകഴ്ത്തൽ ഉയർന്നു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നെ നിങ്ങൾ പുകഴ്ത്തുകയാണെങ്കിൽ പോലും, ഞാനല്ല പറയുന്ന, പ്രവാചകൻ പറയാം, എന്നെ നിങ്ങൾ പുകഴ്ത്തുകയാണെങ്കിൽ പോലും ഉലൂഹിയത്തിന്റെ സീമകളിലേക്ക് നിങ്ങളുടെ പുകഴ്ത്തൽ പോവാൻ പാടില്ല. ലാ തതുറൂനി കമാ അത്വറത്തിൻ നസാറ ഇബ്നു മറിയം, ക്രൈസ്തവർ ഇബ്നു മറിയമിനെ, മറിയമിന്റെ പുത്രനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. കാരണം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ ദൂതനും. അല്ലാഹുവിന്റെ അടിമകളും അല്ലാഹുവിന്റെ ദൂതന്മാരും അവരാണ് പ്രവാചകന്മാർ എന്നാണ് പറയേണ്ടത്. പ്രവാചകന്മാരും അവരിൽ ഒരാളും തങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്മാരാണ്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞു എന്നതിനപ്പുറത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമും ഒന്നും പറഞ്ഞിട്ടില്ല. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഖുർആൻ പറയുന്നത്. നാളെ ഈസാ അലൈഹിസ്സലാമയോട് അള്ളാഹു ചോദിക്കും, ഈസാ നീ എന്താണ് പ്രബോധനം ചെയ്തിരുന്നത് എന്ന്. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ ഈസാ നബിയിലൂടെ തന്നെ അത് ജനങ്ങളെ കേൾപ്പിക്കണം. പരലോകത്ത് അന്നവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകളെയും അത് കേൾപ്പിക്കണം. എന്തായിരുന്നു ഈസായുടെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് അല്ലാഹു ഈസാ അലൈഹിസ്സലാമയോട് ചോദിക്കുകയാണ്. വൈദ ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയമ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനിന്നാസ്. വൈദ ഖാല അല്ലാഹു, അല്ലാഹു പറഞ്ഞ സന്ദർഭം, അല്ലാഹു പറയുന്ന സന്ദർഭം ഇനി പറയാൻ പോവുകയാണ്. പരലോകത്ത് വെച്ച് ചോദിക്കാൻ പോവുകയാണ്. യാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമയോട് ചോദിക്കാൻ പോവുകയാണ്. അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനിന്നാസ്. ഈസാ, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ എന്നെയും എൻ്റെ മാതാവിനെയും ജനങ്ങൾക്ക് അള്ളാഹുവിന് പുറമേ ദേവന്മാരാക്കണം എന്ന് നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ? ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈൻ, എന്നെയും എൻ്റെ മാതാവിനെയും ഇലാഹുകളാക്കണമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ? ഖാല സുബ്ഹാനക, ഈസാ നബി അലൈഹിസ്സലാം പറയാണ്, പടച്ചവരെ നീ വിശുദ്ധനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, പടച്ചവനെ അതൊന്നും പറയാനുള്ള യാതൊരു അധികാരവും അവകാശവും എനിക്കില്ലെന്ന്. റബ്ബേ, നിനക്കാണല്ലോ കൂടുതൽ അറിയുക. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്.
ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചവരെ നിശ്ചയം നിനക്കത് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, കാരണം എൻ്റെ മനസ്സിനകത്തുള്ളത് നിനക്കറിയാം. പടച്ചവനെ, നീ അറിയുന്ന എനിക്കറിഞ്ഞുകൂടാ, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ മനസ്സിലുള്ള നല്ലതുപോലെ നിനക്കറിയാം. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നിശ്ചയം നീ എല്ലാ ദൃശ്യങ്ങളും അറിയുന്നവനാണ്, നീ എല്ലാ ദൃശ്യങ്ങളും അറിയുന്നവനാണ്. എനിക്കങ്ങനെ എന്നിൽ ദൈവികതയുടെ അംശമുണ്ട്, എൻ്റെ മാതാവിൽ ദൈവികതയുടെ അംശമുണ്ടെന്ന് പറയാനുള്ള യാതൊരു അവകാശവും എനിക്ക് നീ നൽകിയിട്ടില്ല, അവകാശം എനിക്കില്ല. പടച്ചവരെ, ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയം നിനക്കതറിയാമല്ലോ, കാരണം എൻ്റെ മനസ്സിലുള്ളതും ഞാൻ പറഞ്ഞതുമെല്ലാം നല്ലതുപോലെ അറിയുന്നവൻ, എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. ഒരു സംശയവും വേണ്ട, ഏകനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എല്ലാ പ്രവാചകന്മാരെയും പോലെ ഈസാ അലൈഹിസ്സലാമയും ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുന്നത്. അതായിരുന്നു ഈസാ അലൈഹിസ്സലാമയുടെ ഒന്നാമത്തെ ദൗത്യം, അള്ളാഹുവിൻ്റെ ഏകത്വം പ്രബോധനം ചെയ്യുക, അള്ളാഹുവിനെ മാത്രം കീഴ്വണങ്ങുന്നവരാക്കി ജനങ്ങളെ മാറ്റാനുള്ള അധ്വാന പരിശ്രമങ്ങളിൽ ഈസാ അലൈഹിസ്സലാം മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെ ഏർപ്പെട്ടു എന്നുള്ളതാണ് സഹോദരങ്ങളെ. രണ്ടാമത് ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൗത്യം എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ കാപട്യവും ചൂഷണവും ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന കാലമായിരുന്നു. ആ പൗരോഹിത്യത്തിന്റെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൗത്യം. പുരോഹിതന്മാരെ സമീപിച്ചുകൊണ്ട് യേശു പറഞ്ഞതായിട്ട് ബൈബിൾ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവര്, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ അതിക്രമം നിറഞ്ഞിരിക്കുന്നു, കവർച്ച നിറഞ്ഞിരിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. വെള്ളതേറ്റ ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. വെള്ളതേറ്റ ശവക്കല്ലറകളോടാണ് നിങ്ങളെ എനിക്ക് തുലനം ചെയ്യാൻ സാധിക്കുക. എന്താണ് ഈ ശവക്കല്ലറകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവ പുറമേ അഴകായി ശോഭിക്കുന്നുണ്ടെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. ശവക്കല്ലറകൾ നമ്മൾ കാണാറുണ്ട്, അത് പുറത്തും നോക്കിയാൽ നല്ല അഴകാണ്, നല്ല ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള അവസ്ഥ എന്താണ്? ജീർണിച്ച മൃതശരീരങ്ങൾ, മലിനമായ മൃതശരീരങ്ങൾ. അതാണല്ലോ അകത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പൗരോഹിത്യത്തിന്റെ കാപട്യത്തെയും ചൂഷണത്തെയും അഭിമുഖീകരിച്ചുകൊണ്ട് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം പറയാണ്: കപടഭക്തിക്കാരെ, നിങ്ങൾ ഈ കപടഭക്തി ഒഴിവാക്കണം. നിങ്ങളുടെ ഭക്തി, അതിൽ വിശ്വാസം ചോർന്നു പോയിരിക്കുന്നു. വിശ്വാസം തിരിച്ചുപിടിക്കാൻ, യഥാർത്ഥ ഭക്തി തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവണമെന്ന പുരോഹിതന്മാരെ സമീപിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം പറയാണ്: സഹോദരങ്ങളെ, അങ്ങനെ പൗരോഹിത്യത്തിന്റെ കാപട്യത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിരക്തിയിലേക്ക് പണ്ഡിത ലോകത്ത് ആനയിക്കുകയായിരുന്നു മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം. അത് പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമയുടെ രണ്ടാമത്തെ ദൗത്യമായിരുന്നു സഹോദരങ്ങളെ. മൂന്നാമത്തെ ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൗത്യം എന്ന് പറയുന്നത്, തനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമയെ സത്യപ്പെടുത്തുന്ന പ്രവാചകൻ, അതുപോലെ വരാൻ പോകുന്ന, ആഗതമാവാൻ പോകുന്ന അഹ്മദ് എന്ന പേരുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിച്ച പ്രവാചകൻ. അതറിയിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ സത്യപ്പെടുത്താനും വരാൻ പോകുന്ന അഹ്മദ് എന്ന പേരുള്ള പ്രവാചകനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാനും സമാഗതമായ പ്രവാചകൻ, അതാണ് ഈസാ നബി അലൈഹിസ്സലാം. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. ഈസാ നബി അലൈഹിസ്സലാം തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന പ്രവാചകനായിരുന്നു. അതുപോലെ തന്നെ വരാൻ പോകുന്ന അഹ്മദ് എന്ന പേരുള്ള പ്രവാചകനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്തയും നൽകിയിരുന്നു. അതൊരു ദൗത്യമായിരുന്നു, ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൗത്യമായിരുന്നു അത്. ആ ദൗത്യം ഈസാ നബി അലൈഹിസ്സലാം വളരെ കൃത്യമായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അഹ്മദ് എന്ന പേരുള്ള പ്രവാചകൻ
ആ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആഗതമായപ്പോ ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ, ആ പ്രവാചകൻ അവതരിപ്പിച്ചുള്ള ദൃഷ്ടാന്തങ്ങളിലൊന്നും അവർ വിശ്വസിച്ചില്ല. ഇത് മാരണമാണെന്ന് അവർ പറഞ്ഞു ഖുർആൻ പറയാൻ. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന ദൗത്യവും ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൗത്യമായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാമയുടെ നിയമസംഹിതകൾ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ, ഇതെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായി മുഹമ്മദീയ ശരീഅത്തുമായിട്ട് ധാരാളം ചേർച്ചകളുണ്ട്. വ്യത്യാസങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ വ്യത്യാസങ്ങളോടൊപ്പം ചേർച്ചകളുമുണ്ട്. നമുക്കറിയാം, പ്രാർത്ഥനകൾ, സമയബന്ധിതമായിട്ടുള്ള പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുൻകഴിഞ്ഞ നിയമസംഹിതകളിലും ഉണ്ടായിരുന്നു. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതിദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അത് സങ്കീർത്തനങ്ങളിലെ വാക്യമാണ് സഹോദരങ്ങളെ. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതിദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ സംസാരിച്ച അരമായ ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ 6 പ്രാർത്ഥനാവേളകളുണ്ട്. എന്നാൽ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ 7 പ്രാർത്ഥനാവേളകളുണ്ട് എന്നുള്ളതാണ്. സമയബന്ധിതമായിട്ടുള്ള പ്രാർത്ഥനകൾ, സമയത്തിലൊക്കെ വ്യത്യാസമുണ്ട്. 5 നേരത്തെ പ്രാർത്ഥനയാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ 7 നേരത്തെ പ്രാർത്ഥനകളായി, 6 നേരത്തെ പ്രാർത്ഥനകളായി വ്യത്യസ്ത ക്രൈസ്തവ വിഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും അവർക്കും ആ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നോയമ്പ് എന്ന രീതിയിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ പറയാറുണ്ടല്ലോ. ഉപവാസത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മത്തായി 6:16 വചനത്തിൽ പറയും, നോക്കൂ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി അവർ അവരുടെ മുഖം വിരൂപമാക്കുന്നു. ഉപവാസത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ലേവിയ 23:26 വചനത്തിൽ പറയാണ്, 7-ാം മാസം 10-ാം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം. സക്കാത്തിനെ സംബന്ധിച്ച് ദശാംശം എന്ന രീതിയിൽ പറയുന്നുണ്ടല്ലോ. ആവർത്തന പുസ്തകത്തിൽ പറയാണ്, നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് ദശാംശം ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. ഹജ്ജിനെ സംബന്ധിച്ച് നമ്മുടെ തീർത്ഥാടനം, നമ്മുടെ ഹജ്ജും നമ്മുടെ സക്കാത്തും നമ്മുടെ നോമ്പും ഒക്കെ വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമാണ്. അത് പൂർണ്ണമായും അതാണ് ഇതെന്ന് പറയുന്നില്ല. പക്ഷേ സമാനതകൾ ധാരാളമുണ്ട് എന്നുള്ളതാണ്. സമാനതകൾ ധാരാളമുണ്ട്. തീർത്ഥാടനത്തെ കുറിച്ച് പറയുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനം, അതിനെ സംബന്ധിച്ച് ആവർത്തന പുസ്തകം പറയുന്നുണ്ട്. 16-16 വചനത്തിൽ, ആണ്ടിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാം സമ്മേളിക്കണം. അവരെ കർത്താവിന്റെ മുമ്പിൽ വെറും കയ്യോടെ വരരുത്. നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്തവിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം. സഹോദരങ്ങളെ, അതാണ് ഈ ശരീഅത്തുകൾ, ഈ നിയമസംഹിതകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് അവ വിധേയമായിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അത്തരം പൗരോഹിത്യ ഇടപെടലുകൾക്ക് ഈ വേദഗ്രന്ഥങ്ങളൊക്കെ ഇടയായപ്പോഴും ഒരുപാട് നിയമസംഹിതകളിലുള്ള സമാനതകൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വരുമ്പോൾ എന്താണത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം മറ്റുള്ള പ്രവാചകന്മാരുടെ നിയോഗത്തിന്റെ തുടർച്ചയായിരുന്നു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന ദഅവത്തു അബി ഇബ്രാഹിം വ ബശാറത്തു ഈസ അലൈഹിസ്സലാം. ഞാൻ എൻ്റെ പ്രവാചകൻ, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രബോധനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈസാ പ്രവാചകന്റെ സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അതാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. തെറ്റായ ബോധ്യങ്ങൾ സമൂഹത്തിൽ ഇടകലരുമ്പോൾ നമ്മുടെ മക്കൾക്ക് പോലും ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യത ഇല്ലാതെ പോവും.
ആ ഘട്ടത്തിൽ കൃത്യത ഉണ്ടാക്കി കൊടുക്കണം. കുരിശുമരണത്തെ സംബന്ധിച്ച് എന്താ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? വഖൗലിഹിം മിന്നാ ഖതലൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൽ ളൻ വമാ ഖതലൂഹു യഖീനാ ബർ റഫഅഹു അല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമാ. അവരുടെ വാക്ക് വ്യാജമാണ്, ശരിയല്ല. എന്താണ് അവർ പറയുന്നത്? ഇന്നാ ഖതലൽ മസീഹ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ വധിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, നിശ്ചയം ഈസാ നബിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് അവർ. അന്ന് മുതലേ അഭിപ്രായ വ്യത്യാസത്തിലാണ്, വ്യക്തതയില്ല. എന്താണ് സംഭവിച്ചത്, ഈസാക്ക് സംഭവിച്ചത് എന്നവർക്ക് അറിഞ്ഞുകൂടാ. അവർ സംശയത്തിലായിരുന്നു. മാലകും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൽ ളൻ, ഒരു ജ്ഞാനത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്. വമാ ഖതലൂഹു യഖീനാ, ദൃഢമായും ഉറപ്പായും അവർ ഈസാ പ്രവാചകനെ വധിച്ചിട്ടില്ല. ബർ റഫഅഹു അല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമാ, അവർക്കതിന് സാധിച്ചിട്ടില്ല. അള്ളാഹുവിലേക്ക് അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹു പ്രതാപവാനാണ്, അള്ളാഹു അങ്ങേയറ്റം യുക്തിജ്ഞനാണ്. ഈസാ നബി അലൈഹിസ്സലാമയെ ഒറ്റുകൊടുത്ത ഇസ്കറിയോത്ത യൂദ എന്ന കപട ശിഷ്യനെ അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമയോട് രൂപസാദൃശ്യമുള്ളവനാക്കി എന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാം ആണ് അതെന്ന് ധരിച്ച് അദ്ദേഹത്തെയാണ് ജൂതന്മാര് വധിച്ചത്. അതാണ് വലാകിൻ ശുബ്ബിഹ ലഹും എന്ന് പറഞ്ഞത്. മറിച്ച് ഈസാ നബി അലൈഹിസ്സലാമയെ അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് അല്ലാഹു തആല ചെയ്തത്. ഈസാ നബി അലൈഹിസ്സലാം ആരായിരുന്നുവെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക്, വിശ്വാസികൾ അവരുടെ മക്കൾക്ക്, നമ്മൾ വേറൊരു മതവിഭാഗവുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ചർച്ചയിലും അതുപോലെ തന്നെ തർക്കത്തിലും ഏർപ്പെടേണ്ടതില്ല. അതിൽ കാര്യമില്ല. പക്ഷേ നാം നമ്മുടെ മക്കൾക്ക് ആരാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം എന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ അഖീദ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ അന്ത്യദിനത്തിൻ്റെ അടയാളമായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് അത് വിശദീകരിക്കുന്നില്ല, അടുത്ത ആഴ്ച വിശദീകരിക്കാം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ജനിച്ച ആ ഫലസ്തീൻ മണ്ണ്, യെരുശലേം മണ്ണ്, ബത്ലഹേം, ആ പ്രദേശങ്ങളെല്ലാം ഇന്ന് ഏത് രീതിയിലാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഫലസ്തീൻ മുന്നോട്ട് പോകുന്നത്. എപ്പോഴും ഫലസ്തീനെ കുറിച്ച് എന്തെങ്കിലും പറയാതെ നമുക്ക് പ്രസംഗം അവസാനിപ്പിക്കാൻ പറ്റുന്ന, ഖുത്ബ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയും സാഹചര്യവുമല്ല ലോകത്തുള്ളത് എന്ന് നമ്മൾ അറിയണം. അള്ളാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീനിലെ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, ഫലസ്തീനിലെ പോരാളികളെ അള്ളാഹു തആല എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു ബൈത്തുൽ മഖ്ദിസിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയ
കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ അടുത്ത കാലത്തായി നമുക്ക് വേണ്ടപ്പെട്ടവരായ ഒരുപാട് ആളുകൾ നമ്മോട് വിട പറഞ്ഞു പോയി. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവരെയും നമ്മയും അവൻ്റെ വിശാലമായ ഫിർദൗസിൽ ശാശ്വതമായ സംഗമം നമുക്കെല്ലാവർക്കും മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, ഭാര്യാസന്താനങ്ങളോടൊപ്പം, സർവോപരി പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം എന്നെന്നും കഴിഞ്ഞുകൂടാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. എല്ലാത്തരം മർദ്ദന പീഡനങ്ങളിൽ നിന്നുമുള്ള വിമോചനം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുദ്സിന്റെ മണ്ണിനെ അല്ലാഹു എല്ലാ അർത്ഥത്തിലും വിമോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു ഒറ്റുകാരിൽ നിന്നും, അല്ലാഹു വേട്ടക്കാരിൽ നിന്നും ഫലസ്തീൻ മക്കളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു തആല അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. കടങ്ങളിൽ നിന്ന്, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും മുഴുവൻ വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.